ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ 1 സാമുവേൽ 3, 4 അധ്യായങ്ങളിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 75 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. എവിടെ നിന്ന് രക്ഷപ്പെട്ടോടി ഇവിടെ എത്തിയതാണ് എന്നാണ് ദൂതൻ ഏലിയോട് പറയുന്നത്? എ. യുദ്ധഭൂമിയിൽ നിന്ന്, ബി. പടക്കളത്തിൽ നിന്ന്, സി. ശത്രുക്കളുടെ പിടിയിൽ നിന്ന്, ഡി. ഫിലിസ്ത്യരുടെ പിടിയിൽ നിന്ന്. ഉത്തരം ബി. പടക്കളത്തിൽ നിന്ന്. ചോദ്യം 2. സാമുവൽ സാമുവൽ എന്ന് കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ഇതാ എന്ന് വിളികേട്ടതിന് ശേഷം സാമുവൽ എന്താണ് ചെയ്തത്? എ. കർത്താവിൻ്റെ സ്വരത്തിനായി ചെവിയോർത്തു, ബി. നിലത്ത് മുട്ടുകുത്തി, സി. സാഷ്ടാംഗം പ്രണമിച്ചു, ഡി. ഏലിയുടെ അടുക്കലേക്ക് ഓടി. ഉത്തരം ഡി. ഏലിയുടെ അടുക്കലേക്ക് ഓടി. ചോദ്യം 3. എന്തു വെളിവാക്കപ്പെടാതിരുന്നതുകൊണ്ടാണ് സാമുവൽ തന്നെ വിളിച്ചത് ആരെന്ന് അറിയാതെ പോയത്? എ. ശബ്ദസ്രോതസ്, ബി. കർത്താവിൻ്റെ ശബ്ദം, സി. ദൈവത്തിൻ്റെ സ്വരം, ഡി. വിളിയുടെ മഹത്വം. ഉത്തരം ബി. കർത്താവിൻ്റെ ശബ്ദം. ചോദ്യം 4. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് എപ്പോഴാണ് ഏലിക്ക് മനസ്സിലായത്? എ. വിളി ആവർത്തിച്ചപ്പോൾ, ബി. 4ാമതും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ, സി. 3ാമതും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ, ഡി. കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ. ഉത്തരം സി. 3ാമതും കർത്താവ് സാമുവലിനെ വിളിച്ചപ്പോൾ. ചോദ്യം 5. പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി എത്തിയ ദൂതനിൽ നിന്നും എന്ത് കേട്ടപ്പോഴാണ് ഏലി പിറകോട്ട് മറിഞ്ഞത്? എ. പരാജയപ്പെട്ടെന്ന്, ബി. മക്കൾ വധിക്കപ്പെട്ടെന്ന്, സി. ദൈവത്തിൻ്റെ കോപം, ഡി. ദൈവത്തിൻ്റെ പേടകം. ഉത്തരം ഡി. ദൈവത്തിൻ്റെ പേടകം. ചോദ്യം 6. സാമുവൽ ദേവാലയത്തിൽ എന്തിനരികെയാണ് കിടന്നിരുന്നത്? എ. ബലിപീഠത്തിന്, ബി. ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന്, സി. കെരൂബുകളുടെ, ഡി. വാതിൽപ്പടിക്ക്. ഉത്തരം ബി. ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന്. ചോദ്യം 7. ഫിലിസ്ത്യർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? 1 സാമുവേൽ 4:3. ഇത് ആരുടെ വാക്കുകൾ? എ. ഏലിയുടെ, ബി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ, സി. സാമുവലിൻ്റെ, ഡി. ഇസ്രായേൽ ജനത്തിൻ്റെ. ഉത്തരം ബി. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരുടെ. ചോദ്യം 8. 4ാമതും കർത്താവ് വിളിച്ചാൽ ആര് ഇതാ ശ്രവിക്കുന്നു എന്ന് മറുപടി പറയാനാണ് ഏലി സാമുവലിനെ ഉപദേശിച്ചത്? എ. അങ്ങയുടെ ദാസൻ, ബി. അങ്ങയുടെ ഭൃത്യൻ, സി. അങ്ങയുടെ പുത്രൻ, ഡി. അവിടുത്തെ ദാസൻ. ഉത്തരം എ. അങ്ങയുടെ ദാസൻ. ചോദ്യം 9. ഫിലിസ്ത്യരും ഇസ്രായേലും തമ്മിലുള്ള 2ാമത്തെ യുദ്ധത്തിൽ എത്ര ഇസ്രായേൽ പടയാളികൾ നിലം പതിച്ചു? എ. 4000, ബി. 30,000, സി. 40,000, ഡി. 3000. ഉത്തരം ബി. 30,000. ചോദ്യം 10. നമുക്ക് ഷീലോയിൽ നിന്ന് എന്തു കൊണ്ടുവരാം എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? എ. മല്ലന്മാരെ, ബി. യുദ്ധവീരന്മാരെ, സി. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം, ഡി. വാഗ്ദാന പേടകം. ഉത്തരം സി. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം. ചോദ്യം 11. എപ്രകാരം യുദ്ധം ചെയ്യുവാനാണ് 1 സാമുവേൽ 4:9 ഫിലിസ്ത്യരോട് ആഹ്വാനം ചെയ്യുന്നത്? എ. സകല ആയുധങ്ങളോടും കൂടെ, ബി. സർവശക്തിയോടും കൂടി, സി. ഉഗ്രകോപത്തോടെ, ഡി. ധീരതയോടും പൗരുഷത്തോടും കൂടെ. ഉത്തരം ഡി. ധീരതയോടും പൗരുഷത്തോടും കൂടെ. ചോദ്യം 12. ഒന്നും കാണാൻ കഴിയാത്ത വിധം ഏലിക്ക് എന്ത് സംഭവിച്ചിരുന്നു എന്നാണ് 1 സാമുവേൽ 3:2 പറയുന്നത്? എ. കാഴ്ച മങ്ങി തുടങ്ങിയിരുന്നു, ബി. ബോധം നഷ്ടപ്പെട്ടിരുന്നു, സി. വൃദ്ധനായിരുന്നു, ഡി. മനസ്സ് തകർന്നിരുന്നു. ഉത്തരം എ. കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ചോദ്യം 13.
ആർക്കെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും എന്നാണ് കർത്താവ് സാമുവേലിനോട് പറഞ്ഞത്. എ. ഏലിയുടെ കുടുംബത്തിനെതിരായി, ബി. ഏലിയുടെ മക്കൾക്കെതിരായി, സി. ഇസ്രായേൽ ജനത്തിനെതിരായി, ഡി. പുരോഹിതർക്കെതിരായി. ഉത്തരം എ. ഏലിയുടെ കുടുംബത്തിനെതിരായി. ചോദ്യം 14. സാമുവേൽ സാമുവേൽ എന്ന വിളി കേട്ട് ഓടിയെത്തിയ സാമുവേലിനോട് ഞാൻ നിന്നെ വിളിച്ചില്ല എന്ന മറുപടി പറഞ്ഞ ശേഷം ഏലി എന്താണ് പറഞ്ഞത്? എ. പോയി കിടന്നുകൊള്ളുക, ബി. ആരാണെന്ന് ശ്രദ്ധിക്കുക, സി. വെറും തോന്നലായിരിക്കും, ഡി. അവിടെ നിന്നും മാറിക്കിടക്കുക. ഉത്തരം എ. പോയി കിടന്നുകൊള്ളുക. ചോദ്യം 15. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ആദ്യ യുദ്ധത്തിൽ യുദ്ധക്കളത്തിൽ വച്ച് തന്നെ എത്ര ആളുകളെ ഫിലിസ്തീർ വധിച്ചു? എ. 40,000-ഓളം, ബി. 30,000-ഓളം, സി. 3,000-ഓളം, ഡി. 4,000-ഓളം. ഉത്തരം ഡി. 4,000-ഓളം. ചോദ്യം 16. മരുഭൂമിയിൽ വച്ച് എപ്രകാരം ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ എന്നാണ് ഫിലിസ്തീർ പറയുന്നത്? എ. നിരവധി ബാധകൾ കൊണ്ട്, ബി. അടിമകളാക്കി, സി. ദുരന്തങ്ങൾക്കിടയാക്കി, ഡി. കൂട്ടക്കുരുതി നടത്തി. ഉത്തരം എ. നിരവധി ബാധകൾ കൊണ്ട്. ചോദ്യം 17. സാമുവേൽ എന്തായി തീർന്നിരിക്കുന്നു എന്നാണ് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും അറിഞ്ഞത്? എ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ബി. പ്രധാന പുരോഹിതൻ, സി. കർത്താവിൻ്റെ പ്രവാചകൻ, ഡി. ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവ്. ഉത്തരം സി. കർത്താവിൻ്റെ പ്രവാചകൻ. ചോദ്യം 18. എത്ര കാര്യങ്ങൾ കേട്ടപ്പോഴാണ് പ്രസവവേദന ശക്തിപ്പെട്ട് ഫിനെഹാസിൻ്റെ ഭാര്യ ഉടനെ പ്രസവിച്ചത്? എ. 4, ബി. 3, സി. 2, ഡി. 5. ഉത്തരം ബി. 3. ചോദ്യം 19. ആര് ആരോട് പറഞ്ഞു? ഏലിയുടെ കുടുംബത്തിനെതിരായി ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം അന്ന് ഞാൻ ആദ്യന്തം നിർവഹിക്കും. എ. ആത്മാവ് സാമുവേലിനോട്, ബി. നാഥാൻ പ്രവാചകൻ സാമുവേലിനോട്, സി. ദൈവം സാമുവേലിനോട്, ഡി. കർത്താവ് സാമുവേലിനോട്. ഉത്തരം ഡി. കർത്താവ് സാമുവേലിനോട്. ചോദ്യം 20. പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി എത്തിയ ദൂതൻ ഏലിയോട് പറയുന്ന 5 കാര്യങ്ങളിൽ മക്കൾ വധിക്കപ്പെട്ട കാര്യം എത്രാമതായാണ് പറയുന്നത്? എ. 1, ബി. 2, സി. 4, ഡി. 3. ഉത്തരം സി. 4. ചോദ്യം 21. അധ്യായവും വാക്യവും ഏത്? സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. എ. 1 സാമുവേൽ 3:17, ബി. 3:18, സി. 3:19, ഡി. 3:20. ഉത്തരം സി. 1 സാമുവേൽ 3:19. ചോദ്യം 22. ഇക്കാബോദ് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? എ. നാശത്തിൻ്റെ പുത്രൻ, ബി. ശപിക്കപ്പെട്ടവൻ, സി. അഭയാർത്ഥി, ഡി. മഹത്വമില്ല. ഉത്തരം ഡി. മഹത്വമില്ല. ചോദ്യം 23. 1 സാമുവേൽ 4:4 സമാനമായ വാക്യം ഏത്? എ. പുറപ്പാട് 25:20, ബി. പുറപ്പാട് 25:21, സി. പുറപ്പാട് 25:22, ഡി. പുറപ്പാട് 25:23. ഉത്തരം സി. പുറപ്പാട് 25:22. ചോദ്യം 24. ദൈവത്തിൻ്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ എന്താണ് ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയത്? എ. മഹത്വം, ബി. കർത്താവ്, സി. ദൈവ ചൈതന്യം, ഡി. ദൈവത്തിൻ്റെ ആത്മാവ്. ഉത്തരം എ. മഹത്വം. ചോദ്യം 25. സാമുവേലിൻ്റെ കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? എ. അഫക്കിൽ, ബി. ഗിലെയാദിൽ, സി. ഏദോമിൽ, ഡി. എബെനേസറിൽ. ഉത്തരം ഡി. എബെനേസറിൽ.
ചോദ്യം 26. 1 സാമുവേൽ 4:18 ഏലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 വിശേഷണങ്ങൾ എന്തൊക്കെ? എ. വൃദ്ധനും അന്ധനും. ബി. അന്ധനും ക്ഷീണിതനും. സി. വൃദ്ധനും ബധിരനും. ഡി. വൃദ്ധനും ക്ഷീണിതനും. ഉത്തരം ഡി. വൃദ്ധനും ക്ഷീണിതനും. ചോദ്യം 27. കർത്താവ് സാമുവേലിനെ രണ്ടാമതും വിളിക്കുന്ന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമേത്? എ. 1 സാമുവേൽ 3:3. ബി. 1 സാമുവേൽ 3:4. സി. 1 സാമുവേൽ 3:6. ഡി. 1 സാമുവേൽ 3:7. ഉത്തരം സി. 1 സാമുവേൽ 3:6. ചോദ്യം 28. കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് മനസ്സിലാക്കിയ ഫിലിസ്തീയരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എ. അവർ അസ്തപ്രജ്ഞരായി. ബി. അവർ ഭയന്ന് വിറച്ചു. സി. തങ്ങളുടെ പരാജയം ഉറപ്പായെന്ന്. ഡി. അവർ ഭയചകിതരായി. ഉത്തരം ഡി. അവർ ഭയചകിതരായി. ചോദ്യം 29. ഫിലിസ്തീനും ഇസ്രായേലും തമ്മിലുള്ള രണ്ടാമത്തെ യുദ്ധത്തിനിടയിൽ ദൈവത്തിൻ്റെ പേടകത്തിന് എന്ത് സംഭവിച്ചു? എ. നശിപ്പിക്കപ്പെട്ടു. ബി. മോഷ്ടിക്കപ്പെട്ടു. സി. ശത്രുക്കൾ കൈവശപ്പെടുത്തി. ഡി. അപ്രത്യക്ഷമായി. ഉത്തരം സി. ശത്രുക്കൾ കൈവശപ്പെടുത്തി. ചോദ്യം 30. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയ ഫിലിസ്തീർ എന്താണ് മനസ്സിലാക്കിയത്? എ. കർത്താവിൻ്റെ പേടകം ദേവാലയത്തിലെത്തിയെന്ന്. ബി. ദേവന്മാർ കൂടാരത്തിലെത്തിയെന്ന്. സി. കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന്. ഡി. ദൈവത്തിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന്. ഉത്തരം സി. കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന്. ചോദ്യം 31. കർത്താവ് എപ്രകാരം ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്നാണ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? എ. നമുക്കായി യുദ്ധം ചെയ്തുകൊണ്ട്. ബി. ശത്രുക്കളുടെ മേൽ കന്മഴ പെയ്യിച്ചുകൊണ്ട്. സി. ശത്രുക്കളെ ചിതറിച്ചുകൊണ്ട്. ഡി. നമ്മുടെ മധ്യേ വന്ന്. ഉത്തരം ഡി. നമ്മുടെ മധ്യേ വന്ന്. ചോദ്യം 32. 1 സാമുവേൽ 4:15 ഏലിയെക്കുറിച്ച് 2 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ കാര്യമെന്ത്? എ. മിക്കവാറും ബധിരനുമായിരുന്നു. ബി. ക്ഷീണിതനായിരുന്നു. സി. മിക്കവാറും അന്ധനുമായിരുന്നു. ഡി. 98 വയസ്സുണ്ടായിരുന്നു. ഉത്തരം സി. മിക്കവാറും അന്ധനുമായിരുന്നു. ചോദ്യം 33. സാമുവേലിൻ്റെ കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ഫിലിസ്തീർ എവിടെയാണ് പാളയമടിച്ചത്? എ. അഫക്കിൽ. ബി. ഗിലെയാദിൽ. സി. ഏദോമിൽ. ഡി. എബനേസറിൽ. ഉത്തരം എ. അഫക്കിൽ. ചോദ്യം 34. യുദ്ധരംഗത്ത് നിന്ന് ഓടി അന്ന് തന്നെ ഷീലോയിലെത്തിയ ഒരാൾ വസ്ത്രം വലിച്ചു കീറിയതിനൊപ്പം എന്തുകൂടി ചെയ്തിരുന്നു? എ. തലയിൽ പൂഴി വിതറുകയും. ബി. ദേഹത്ത് പൂഴി വിതറുകയും. സി. തല ക്ഷൗരം ചെയ്യുകയും. ഡി. മുഖം മറയ്ക്കുകയും. ഉത്തരം എ. തലയിൽ പൂഴി വിതറുകയും. ചോദ്യം 35. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്ന് തിരക്കിയത് ആരാണ്? എ. അമ്മോന്യർ. ബി. മൊവാബിയർ. സി. ഫിലിസ്തീർ. ഡി. യൂദാ നിവാസികൾ. ഉത്തരം സി. ഫിലിസ്തീർ. ചോദ്യം 36. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഷീലോയിലേക്ക് ആളയച്ച് എവിടെ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകമാണ് കൊണ്ടുവന്നത്? എ. കെരൂബുകളുടെ മേൽ. ബി. അതിവിശുദ്ധ സ്ഥലത്ത്. സി. ബലിപീഠത്തിന്മേൽ. ഡി. സിംഹാസനത്തിന്മേൽ. ഉത്തരം എ. കെരൂബുകളുടെ മേൽ. ചോദ്യം 37. ആരുടെ സാന്നിധ്യത്തിലാണ് ബാലനായ സാമുവേൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? എ. പുരോഹിതരുടെ. ബി. ജനങ്ങളുടെ. സി. ഏലിയുടെ. ഡി. വാഗ്ദാന പേടകത്തിൻ്റെ. ഉത്തരം സി. ഏലിയുടെ. ചോദ്യം 38. ഏലിയുടെ സാന്നിധ്യത്തിൽ ബാലനായ സാമുവേൽ എന്താണ് ചെയ്തു പോന്നിരുന്നത്? എ. ബലിയർപ്പണം. ബി. ശുശ്രൂഷയിൽ സഹായിക്കുക. സി. കർത്താവിന് ശുശ്രൂഷ. ഡി. ദേവാലയ സംരക്ഷണം. ഉത്തരം സി. കർത്താവിന് ശുശ്രൂഷ.
ചോദ്യം 39. സാമുവൽ 3:1 അക്കാലത്ത് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ. കർത്താവിൻ്റെ വെളിപാട്, ബി. കർത്താവിൻ്റെ ദർശനങ്ങൾ, സി. ദൈവിക വെളിപ്പെടുത്തലുകൾ, ഡി. കർത്താവിൻ്റെ അരുളപ്പാട്. ഉത്തരം ഡി. കർത്താവിൻ്റെ അരുളപ്പാട്. ചോദ്യം 40. ഫിനെഹാസിൻ്റെ ഭാര്യയെ വേദനിപ്പിച്ച 3 സംഭവങ്ങളിൽ പെടാത്തത് ഏത്? എ. ഭർത്താവിൻ്റെ മരണം, ബി. പുത്രൻ്റെ മരണം, സി. അമ്മായിയപ്പൻ്റെ മരണം, ഡി. ദൈവത്തിൻ്റെ പേടകം നഷ്ടപ്പെട്ടത്. ഉത്തരം ബി. പുത്രൻ്റെ മരണം. ചോദ്യം 41. പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയെത്തിയ ദൂതനോട് മകനെ എന്ത് സംഭവിച്ചു എന്ന ഏലിയുടെ ചോദ്യത്തിന് ദൂതൻ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? എ. 2, ബി. 3, സി. 5, ഡി. 4. ഉത്തരം സി. 5. ചോദ്യം 42. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിൽ എത്തുമ്പോൾ ഏലി എന്തിനെക്കുറിച്ച് ആകുലചിത്തനുമായിരുന്നു? എ. യുദ്ധത്തെക്കുറിച്ച്, ബി. മക്കളെക്കുറിച്ച്, സി. ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്, ഡി. ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ച്. ഉത്തരം സി. ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. ചോദ്യം 43. അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. തുടർന്ന് പറയുന്നത് എന്താണ്? എ. ദർശനങ്ങൾ സാധാരണമായിരുന്നു, ബി. ദർശനങ്ങൾ വളരെയായിരുന്നു, സി. ദർശനങ്ങൾ അസാധാരണമായിരുന്നു, ഡി. ദർശനങ്ങൾ വിരളമായിരുന്നു. ഉത്തരം ഡി. ദർശനങ്ങൾ വിരളമായിരുന്നു. ചോദ്യം 44. എവിടെ നിന്ന് പുറപ്പെടുന്ന ഉഗ്രാട്ടഹാസത്തിൻ്റെ സൂചന എന്തെന്നാണ് ഫിലിസ്ത്യർ തിരക്കിയത്? എ. ഷീലോയിൽ നിന്ന്, ബി. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന്, സി. ദേവാലയത്തിൽ നിന്ന്, ഡി. യുദ്ധമുഖത്തു നിന്ന്. ഉത്തരം ബി. ഹെബ്രായരുടെ കൂടാരത്തിൽ നിന്ന്. ചോദ്യം 45. ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് എന്ത് ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു എന്നാണ് കർത്താവ് സാമുവേലിനോട് പറയുന്നത്. എ. പാപപരിഹാര ബലി, ബി. ബലികളും പ്രായശ്ചിത്തവും, സി. ബലികളും പ്രാർത്ഥനകളും, ഡി. ബലികളും കാഴ്ചകളും. ഉത്തരം ഡി. ബലികളും കാഴ്ചകളും. ചോദ്യം 46. 1 സാമുവേൽ 4:3 സമാനമായ വാക്യം ഏത്? എ. സംഖ്യ 10:30, ബി. സംഖ്യ 10:31, സി. സംഖ്യ 10:32, ഡി. സംഖ്യ 10:35. ഉത്തരം ഡി. സംഖ്യ 10:35. ചോദ്യം 47. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ. 21, ബി. 18, സി. 31, ഡി. 23. ഉത്തരം എ. 21. ചോദ്യം 48. ആരുടെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു എന്നാണ് കർത്താവ് സാമുവേലിനോട് പറയുന്നത്? എ. ഏലിയുടെ മക്കളുടെ, ബി. പുരോഹിതരുടെ, സി. ഇസ്രായേൽ ജനത്തിൻ്റെ, ഡി. ഏലി കുടുംബത്തിൻ്റെ. ഉത്തരം ഡി. ഏലി കുടുംബത്തിൻ്റെ. ചോദ്യം 49. 1 സാമുവേൽ 3:16 ഏലി എന്ത് വിളിച്ചുകൊണ്ടാണ് സാമുവേലിനെ അഭിസംബോധന ചെയ്യുന്നത്? എ. എൻ്റെ പുത്രൻ സാമുവേലേ, ബി. മകനെ സാമുവേൽ, സി. എൻ്റെ മകനെ, ഡി. കുഞ്ഞെ സാമുവേൽ. ഉത്തരം ബി. മകനെ സാമുവേൽ. ചോദ്യം 50. ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? എ. 8, ബി. 37, സി. 40, ഡി. 26. ഉത്തരം സി. 40. ചോദ്യം 51. ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിൽ എത്തുമ്പോൾ ഏലി എന്ത് ചെയ്തുകൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു? എ. പ്രാർത്ഥിച്ചുകൊണ്ട്, ബി. ദൈവവചനം വായിച്ചുകൊണ്ട്, സി. വീഞ്ഞ് പാനം ചെയ്തുകൊണ്ട്, ഡി. വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. ഉത്തരം ഡി. വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്. ചോദ്യം 52. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ എന്തു ചെയ്തു? എ. ഭയന്ന് വിറച്ചു, ബി. ദൈവത്തിന് ബലിയർപ്പിച്ചു,
സി ദൈവത്തെ സ്തുതിച്ചു, ഡി ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചു. ഉത്തരം ഡി ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചു. ചോദ്യം 53. 1 സാമുവേൽ 4-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 19, ബി 32, സി 28, ഡി 22. ഉത്തരം ഡി 22. ചോദ്യം 54. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം എവിടെ എത്തിയപ്പോഴാണ് ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചത്? എ യുദ്ധമുഖത്ത്, ബി ദേവാലയത്തിൽ, സി കൂടാരത്തിൽ, ഡി ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ. ഉത്തരം സി കൂടാരത്തിൽ. ചോദ്യം 55. കർത്താവ് പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെച്ചാൽ ദൈവം നിന്നെ എന്തു ചെയ്യട്ടെ എന്നാണ് ഏലി സാമുവേലിനോട് പറയുന്നത്? എ കഠിനമായി ശപിക്കട്ടെ, ബി കഠിനമായി ശാസിക്കട്ടെ, സി കഠിനമായി പ്രഹരിക്കട്ടെ, ഡി കഠിനമായി ശിക്ഷിക്കട്ടെ. ഉത്തരം ഡി കഠിനമായി ശിക്ഷിക്കട്ടെ. ചോദ്യം 56 പൂരിപ്പിക്കുക. അപ്പോൾ കർത്താവ് ഡാഷ് മുൻപിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. എ പ്രത്യക്ഷനായി, ബി വന്നു നിന്ന്, സി അരികിൽ വന്ന്, ഡി മൃദുസ്വരത്തിൽ. ഉത്തരം ബി വന്നു നിന്ന്. ചോദ്യം 57. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ എത്ര തവണ ഞാനിതാ വന്നിരിക്കുന്നു എന്ന് സാമുവേൽ പറയുന്നുണ്ട്? എ 1, ബി 2, സി 4, ഡി 3. ഉത്തരം ഡി 3. ചോദ്യം 58. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നാണ് ഫിലിസ്തീർ പറയുന്നത്? എ നമ്മുടെ മരണം ഉറപ്പാണ്, ബി നമ്മൾ നാട് കടത്തപ്പെടും, സി നാം അവർക്ക് അടിമകളാകേണ്ടി വരും, ഡി നമ്മൾ പരദേശികളാകും. ഉത്തരം സി നാം അവർക്ക് അടിമകളാകേണ്ടി വരും. ചോദ്യം 59. ഏലിയുടെ കൊച്ചുമകൻ്റെ പേരെന്ത്? എ ഇക്കാബോദ്, ബി എലയാസർ, സി ദാവീദ്, ഡി അബ്സലോം. ഉത്തരം എ ഇക്കാബോദ്. ചോദ്യം 60. കർത്താവ് അവനോട് പറഞ്ഞു, ഇസ്രായേൽ ജനതയോട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്, അത് കേൾക്കുന്നവന് എന്ത് സംഭവിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്? എ അസ്തപ്രജ്ഞനാകും, ബി ഭയന്ന് വിറയ്ക്കും, സി ഇരുചെവികളും തരിച്ചു പോകും, ഡി വാവിട്ട് നിലവിളിക്കും. ഉത്തരം സി ഇരുചെവികളും തരിച്ചു പോകും. ചോദ്യം 61. യുദ്ധരംഗത്ത് നിന്ന് ഓടി അന്ന് തന്നെ ഷീലോയിലെത്തിയത് ആരാണ്? എ എലയാസർ എന്ന ദൂതൻ, ബി ദാൻ ഗോത്രജനായ ഒരാൾ, സി ഒരു ഫിലിസ്ത്യൻ, ഡി ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. ഉത്തരം ഡി ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. ചോദ്യം 62. യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിൽ പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ എന്താണ് ചെയ്തത്? എ പട്ടണം വിട്ട് ഓടി, ബി അലമുറയിട്ട് കരഞ്ഞു, സി മുറവിളി കൂട്ടി, ഡി ദേവാലയത്തിൽ ഒന്നിച്ചു കൂടി. ഉത്തരം സി മുറവിളി കൂട്ടി. ചോദ്യം 63. സാമുവേൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് എവിടെയുള്ള ഇസ്രായേൽ ജനം മുഴുവനുമാണ് അറിഞ്ഞത്? എ ദാൻ മുതൽ ഹെബ്രോൻ വരെയുള്ള, ബി ദാൻ മുതൽ ബേർഷബ വരെയുള്ള, സി ഷീലോ മുതൽ ബേർഷബ വരെയുള്ള, ഡി ദാൻ മുതൽ ജെറുസലേം വരെയുള്ള. ഉത്തരം ബി ദാൻ മുതൽ ബേർഷബ വരെയുള്ള. ചോദ്യം 64. ഏലിയുടെ ഗർഭിണിയായ മരുമകൾ എന്നു പറയുന്നത് ആരെക്കുറിച്ചാണ്? എ ഹോഫ്നിയുടെ ഭാര്യ, ബി ഫിനഹാസിൻ്റെ ഭാര്യ, സി പെനിന്നായെക്കുറിച്ച്, ഡി ഹന്നായെക്കുറിച്ച്. ഉത്തരം ബി ഫിനഹാസിൻ്റെ ഭാര്യ. ചോദ്യം 65. സാമുവേലിൻ്റെ കാലത്ത് ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? എ മൊവാബ്യർ, ബി അമ്മോന്യർ, സി ഫിലിസ്തീർ, ഡി ജബൂസിയർ. ഉത്തരം സി ഫിലിസ്തീർ. ചോദ്യം 66. സാമുവേലിൻ്റെ വാക്കുകളിലൊന്നും എന്ത് സംഭവിക്കാൻ കർത്താവ് ഇടവരുത്തിയില്ല? എ അസത്യമാകാൻ, ബി വെറുതെയാകാൻ, സി വ്യർത്ഥമാകാൻ, ഡി നിഷ്ഫലമാക്കാൻ. ഉത്തരം സി വ്യർത്ഥമാകാൻ. ചോദ്യം 67. 1 സാമുവേൽ 4:15
ഏലിയെക്കുറിച്ച് 2 കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ത്? എ മിക്കവാറും അന്ധനുമായിരുന്നു, ബി ക്ഷീണിതനായിരുന്നു, സി മരണക്കിടക്കയിലായിരുന്നു, ഡി 98 വയസ്സുണ്ടായിരുന്നു. ഉത്തരം ഡി 98 വയസ്സുണ്ടായിരുന്നു. ചോദ്യം 68. എന്തിനെക്കുറിച്ച് ഏലിയോട് പറയാനാണ് സാമുവേൽ ഭയപ്പെട്ടത്? എ ഏലിയുടെ മക്കളുടെ ദുർനടപ്പ്, ബി കർത്താവിൻ്റെ വെളിപാട്, സി തനിക്കുണ്ടായ ദർശനം, ഡി ദൈവദർശനം. ഉത്തരം സി തനിക്കുണ്ടായ ദർശനം. ചോദ്യം 69. ഏലി എപ്രകാരമാണ് മരിച്ചത്? എ കഴുത്തൊടിഞ്ഞ്, ബി പ്രായാധിക്യം കൊണ്ട്, സി രോഗബാധിതനായി, ഡി മനസ്സ് തകർന്ന്. ഉത്തരം എ കഴുത്തൊടിഞ്ഞ്. ചോദ്യം 70. സാമുവേൽ ഒന്നും മറച്ചു വയ്ക്കാതെ എല്ലാം ഏലിയോട് പറഞ്ഞപ്പോൾ കർത്താവ് എപ്രകാരം പ്രവർത്തിക്കട്ടെ എന്നാണ് ഏലി മറുപടി പറഞ്ഞത്? എ അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത്, ബി അവിടുത്തെ ഹിതം പോലെ, സി അവിടുത്തെ ഇഷ്ടം പോലെ, ഡി അവിടുത്തെ പദ്ധതി പ്രകാരം. ഉത്തരം എ അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത്. ചോദ്യം 71. സാമുവേൽ സാമുവേൽ എന്ന് കർത്താവ് ആദ്യം വിളിച്ചപ്പോൾ സാമുവേൽ പ്രതികരിച്ചത് എന്തു പറഞ്ഞുകൊണ്ടാണ്? എ ഇതാ ഞാൻ, ബി ദാസൻ ശ്രവിക്കുന്നു, സി ഞാൻ ഇതാ, ഡി കർത്താവെ അരുളി ചെയ്താലും. ഉത്തരം സി ഞാൻ ഇതാ. ചോദ്യം 72. എന്ത് അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞത് മൂലം ഞാൻ ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോവുകയാണെന്നാണ് കർത്താവ് സാമുവേലിനോട് പറയുന്നത്? എ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം, ബി മക്കൾ ദേവാലയം കൊള്ള ചെയ്യുന്ന കാര്യം, സി മക്കളുടെ ദുർനടത്തം, ഡി മക്കളുടെ അകൃത്യം. ഉത്തരം എ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം. ചോദ്യം 73. ഇഖാബോദിൻ്റെ പിതാവ് ആര്? എ ഹോഫ്നി, ബി ഏലി, സി ഫിനെഹാസ്, ഡി സാമുവേൽ. ഉത്തരം സി ഫിനെഹാസ്. ചോദ്യം 74. കർത്താവ് സാമുവേലിന് ദർശനം നൽകിയത് എവിടെ വെച്ചാണ്? എ റാമാത്തൈമിൽ വെച്ച്, സി ബി സീലോഹായിൽ വെച്ച്, സി ഹെബ്രോണിൽ വെച്ച്, ഡി ഷീലോയിൽ വെച്ച്. ഉത്തരം ഡി ഷീലോയിൽ വച്ച്. ചോദ്യം 75. ഭയചകിതരായ ഫിലിസ്തീർ ആര് പാളയത്തിലെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്? എ യുദ്ധവീരന്മാർ, ബി ദേവന്മാർ, സി പയറ്റിത്തെളിഞ്ഞ പോരാളികൾ, ഡി പ്രവാചകൻ. ഉത്തരം ബി ദേവന്മാർ. ഇതോടെ ഈ സെറ്റിലെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.